ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി ആരാകുമെന്ന തർക്കമാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ 71 സീറ്റ് കിട്ടുമോ എന്ന് അവർ ഉറപ്പിച്ചിട്ടില്ല. അതിനു മുൻപ് തന്നെ ഇവിടെ മത്സരം ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ മുഖ്യമന്ത്രി അവർ ആകുമെന്ന് ആഗ്രഹിച്ച് വീണ്ടും പിണറായി തന്നെ വരുമോ? അല്ല, ആദ്യം ഈ കോൺഗ്രസ്സുകാർ അവരുടെ ഈ പറഞ്ഞതുപോലെ 70 സീറ്റ് എങ്ങനെ നേടുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല. അതിനു മുമ്പ് അവർക്ക് മുഖ്യമന്ത്രിയാകാനായിട്ട് കടിപിടി കൂടി തുടങ്ങി എന്നുള്ളതാണ്. ഇത് ഒരുതരം ഈ സ്ഥലജല ഭ്രമമെന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ. ഈ വെള്ളം ഇല്ലാത്ത ഇടങ്ങളിലേക്ക് അങ്ങോട്ട് കയറുമ്പോൾ വെള്ളം ഉള്ളതായിട്ടൊക്കെ ഒരു തോന്നൽ, വസ്ത്രങ്ങളെല്ലാം അങ്ങ് ചരച്ച് കയറ്റും എന്ന് പറഞ്ഞതുപോലെയാണ്. ഇവർക്ക് അധികാരം ഇങ്ങനെ അടുത്ത് തനിക്ക് നിൽക്കുകയാണ് എന്ന് അവർ തന്നെ അങ്ങ് ഭ്രമിക്കുകയാണ്. അവരങ്ങ് തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി 1 വർഷം 4 മാസവും കൂടി നിൽക്കുന്നുണ്ട് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. അതിനിടയ്ക്ക് കേരള രാഷ്ട്രീയത്തെ എങ്ങനെ വേണമെങ്കിലും പിണറായി വിജയൻ മാറ്റിമറിക്കും. അതിനുള്ള തന്ത്രങ്ങളും ഒക്കെയുണ്ട്. ലീഗിനെ എങ്ങനെ വളർത്താമെന്ന് നോക്കി നടക്കുകയാണ്. അപ്പോൾ അതിനെയൊക്കെ ഈ കോൺഗ്രസ്സുകാർക്ക് അതിജീവിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളത് നോക്കണം. കോൺഗ്രസ് ഈ 1 വർഷം ബാക്കി നിൽക്കെ തന്നെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി വടംവലി കൂടുന്നത് നമുക്ക് ആലോചിക്കാൻ തന്നെ കഴിയത്തില്ല. കോൺഗ്രസ്സിൽ എപ്പോഴും സീറ്റ് വിഭജനം മുതൽ അങ്ങോട്ട് അടിയാണ്. കാരണം ഈ കതറിട്ട എല്ലാവർക്കും മത്സരിക്കണം. അതാണ് അത് കോൺഗ്രസിൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. പിന്നെ കുറേ കടൽക്കിഴവന്മാരുണ്ട്, അവരൊട്ടും മാറിക്കൊടുക്കുകയുമില്ല. എന്ന് പറഞ്ഞാൽ കുഴിയിലോട്ട് കാലും നീട്ടിയിരിക്കുന്ന കുറേ കോൺഗ്രസിൽ മുതുകിഴവന്മാർ. അപ്പൂപ്പനുണ്ട് അവർക്കപ്പൂപ്പനും അവരുടെ മുത്തച്ഛനും ജീവിച്ചിരിക്കുന്നു എന്ന് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞതുപോലെ കാലനില്ലാത്ത കാലം എന്നുള്ള രീതിയിലാണ് നമ്പ്യാർ വർണ്ണിച്ചിരിക്കുന്നത്. കാലനില്ലാത്ത ഒരു കാലം വന്നാൽ അപ്പൂപ്പൻ ജീവിച്ചിരിക്കുന്നു, അതിൻ്റെ അപ്പൂപ്പനും ഒക്കെ ജീവിച്ചിരിക്കുന്നു പറഞ്ഞ പോലെ ഈ കോൺഗ്രസിൽ ഈ മുതുകിഴവന്മാർ പടുകിളവന്മാരും ഒക്കെ എങ്ങനെ ഇരിക്കുകയാണ്. എവിടെ അവരുടെ മണ്ഡലത്തെ ഇങ്ങനെ കെട്ടി മുറുക്കി മണ്ടി കരേറുന്നത് മോഹം, എണ്ണി കുറയുന്ന ഇത് ആയുസ്സും എന്ന് കവി പറഞ്ഞത് എത്ര ശരിയാണെന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസ്സുകാരെ വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. ആയുസ് കുറഞ്ഞു വരികയാണെങ്കിലും ആർത്തിക്കൊട്ടും കുറവില്ലാത്തവരാണ് ഈ കോൺഗ്രസ്സുകാർ. നോക്കണേ, ഈ കാലം മാറി. നമുക്കറിയാം, സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിലും സ്ഥാനം കിട്ടാത്തതിൻ്റെ പേരിലും കോൺഗ്രസിൽ നിന്നിറങ്ങി CPM-ൽ പോയവരുണ്ട്. സരിൻ മാത്രമല്ല, സരിനേക്കാൾ വലിയ മൂത്ത നമ്മുടെ തിരുത തോമസ് ഡൽഹിയിൽ പിണറായിയുടെ ആളായിട്ട് അങ്ങനെ ഡൽഹിയിൽ വിലസുകയല്ല ചെയ്യുന്നത്. എന്താ, എല്ലാ സ്ഥാനമാനങ്ങളും അനുഭവിച്ചില്ലേ? എല്ലാം അനുഭവിച്ചു. ഈ അങ്ങ് പോകുമ്പോഴും ഇതെല്ലാം ഈ സ്ഥാനത്തിരുന്നുകൊണ്ട് തന്നെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. വിട്ടുകൊടുക്കത്തില്ല കസേരയിൽ നിന്ന്. അതാണ് കോൺഗ്രസ്സുകാർ. പിന്നെ അവർ ഈ കഴിഞ്ഞ ദിവസം അവരുടെ രാഷ്ട്രീയകാര്യ സമിതിയിലാണ് വലിയ വടംവലിയെ ചൊല്ലി വലിയ വിമർശനം. നായർ പറയുന്നു രമേശ് ചെന്നിത്തല നായർ വേണം മുഖ്യമന്ത്രി, ഈഴവർ പറയുന്നു ചെന്നിത്തല നായർ കൊള്ളാം, പിന്നെ ക്രൈസ്തവർ പറയുന്നു VD സതീശനാണ് എന്നൊക്കെയുള്ള. അപ്പോൾ വേഷം കെട്ടി ഇങ്ങനെ അണിഞ്ഞ് നിരന്ന് അങ്ങനെ നിൽക്കുകയാണ്. പണ്ട് ദമയന്തി, അപ്പൊ ഈ KC വേണുഗോപാലിന്റെ മോഹമല്ല അവസാനം, അതിങ്ങനെ അവസാനമാകുമ്പോൾ ഇങ്ങോട്ട് കെട്ടിയിറക്കും നമ്മുടെ രാഹുൽ ഗാന്ധി. ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുടെ ചെവി കടിച്ചു പറിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഈ KC വേണുഗോപാൽ, അവിടുത്തെ അടുക്കളക്കാരനല്ലേ കോൺഗ്രസിൻ്റെ. അപ്പോൾ ഈ നമ്മുടെ ദമയന്തി മഹാഭാരതത്തിൽ ഈ നളനെ വരിക്കാൻ വേണ്ടി രാജസദസ്സിൽ ഇങ്ങനെ വരണമാല്യവും ഏന്തി ഇങ്ങനെ നടക്കുന്നത് പോലെ, അപ്പോൾ ഈ ഓരോരുത്തരും ഇങ്ങനെ കഴുത്ത് നീട്ടുകയാണ് എന്ന് പറഞ്ഞതുപോലെയാണ് കോൺഗ്രസ്സിലെ കുറേ പേര് അങ്ങനെ കുപ്പായവും തയ്ച്ച് ഇങ്ങനെ കഴുത്ത് നീട്ടിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി വരണമാല്യം ഇങ്ങോട്ടേക്ക് വീഴുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ആദ്യം അധികാരം പിടിക്കാൻ നോക്കുക. അതിനപ്പുറം വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. 2025 അതായത് ഈ വർഷം ഒക്ടോബറിന് മുമ്പ്, അതായത് സെപ്റ്റംബറിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കും. അതിന് വേണ്ടതായ കരുക്കൾ നീക്ക്. പലയിടങ്ങളും കോർപ്പറേഷൻ പോലും ഭരണം ഇവരുടെ കയ്യിൽ നിന്ന് പോയില്ലേ, പഞ്ചായത്ത് പോയില്ലേ. ഇതൊക്കെ എങ്ങനെ തിരിച്ചു പിടിക്കാമെന്നുള്ള കാര്യങ്ങൾ നോക്കേ.
അങ്ങനെ നിരവധി കാര്യങ്ങൾ. അപ്പോൾ അതിലൂടെ അതാദ്യം ചെയ്യുക. അതിനുശേഷം പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പിന്നെ വി ഡി സതീശനെ എതിർക്കാനായിട്ട് കുറേ പേര്, സുധാകരനെ എങ്ങനെയെങ്കിലും പുറത്തിയാടിക്കണമെന്നും പറഞ്ഞ് വേറൊരു വിഭാഗം, ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കാനായിട്ട് വേറൊരു വിഭാഗം, അതുമല്ലാതെ വേറെ കുറേ വിഭാഗം. ആരൊക്കെയുണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിന്? ചെന്നിത്തല നായരുണ്ട്, വി ഡി സതീശനുണ്ട്, വേണേ തരൂരിന് എന്താ കുഴപ്പം, കെ മുരളീധരൻ എന്താണ് കുഴപ്പം? ആർക്കും ഒരു കുഴപ്പവുമില്ല. എല്ലാവരും യോഗ്യന്മാർ തന്നെയാണെന്നുള്ളതാണ്. അതിൻ്റെ പേരിലാണ് ഇവരിപ്പോൾ കിടന്നുള്ള കലഹം മുഴുവൻ. കഴിഞ്ഞ ദിവസം തന്നെ വി ഡി സതീശനും അനിൽകുമാറും തമ്മിൽ വാക്കുതർക്കം. പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 60 മണ്ഡലങ്ങളിൽ ഇത് പിന്നെ സ്ഥാനാർത്ഥികളുടെ ഇത് മൊത്തം കാര്യങ്ങൾ നോക്കാനായിട്ട് മുതിർന്ന നേതാവിനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അനിൽകുമാർ അതിനെ ചൊല്ലി അജണ്ടയിലില്ലാത്ത പ്രശ്നമാണെന്നും പറഞ്ഞ് അതിനെ ചൊല്ലി കലഹം. ഇവര് അച്ചടക്കമുള്ള ഒരു പാർട്ടി അല്ലല്ലോ കോൺഗ്രസ് പാർട്ടി. ചോദിച്ചാൽ പറയും ഞങ്ങൾ ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയും. അതാണ് ഈ കോൺഗ്രസ്സുകാരുടെ ഒരു കുഴപ്പം. അപ്പോൾ ഇനി ഇതിൻ്റെ ഈ കോൺഗ്രസിനകത്തെ വടംവലി ആര് പരിഹരിക്കും? ലീഗ് ഇറങ്ങും പരിഹരിക്കാൻ. ഇപ്പം കഴിഞ്ഞ ദിവസത്തെ മീറ്റിങ്ങിൽ ഒരു MLA പറഞ്ഞെന്താണെന്ന് അറിയാമോ? മൂന്നാമതൊരിക്കൽ കൂടി ഭരണമില്ലാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ മൂന്നാമതൊരിക്കൽ കൂടി ഭരണമില്ലാതിരിക്കാൻ പറ്റില്ല എന്നിവർ പറയുമ്പോൾ തന്നെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇവരുടെ കീശ വീർപ്പിക്കാനും വയറ് വീർപ്പിക്കാനുമാണ് അധികാരം പിടിച്ചെടുക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഈ മൂന്നാമതൊരിക്കൽ കൂടി ഭരണമില്ലാതിരിക്കാൻ പറ്റില്ല എന്ന് പിന്നെ എപ്പോഴും പറഞ്ഞു അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു പാർട്ടിയാണ് ലീഗ്. ആ ലീഗ് ഇനി ഇറങ്ങും കോൺഗ്രസിനകത്തെ പ്രശ്നം പരിഹരിക്കാൻ. മുഖ്യമന്ത്രി ആരാകണം എന്ന് തീർച്ചപ്പെടുത്തുന്നത് ലീഗായിരിക്കും. നോക്കിയോ, എല്ലാ കാര്യങ്ങൾക്കും ലീഗ് അതിനകത്ത് ഇടപെടാറുണ്ട്. കോൺഗ്രസിനകത്തെ കാര്യങ്ങൾ ഇപ്പം സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, സുധാകരൻ ഒരു വേണ്ട തരത്തിലൊരു നല്ല KPCC പ്രസിഡന്റായിട്ട് ഉയരാൻ കഴിഞ്ഞില്ല. സുധാകരൻ വന്നപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് ഈ പാർട്ടി നന്നാക്കിയെടുക്കും, ശുദ്ധികലശം നടത്തും, ഒരു സെമി കേഡർ പാർട്ടി ആക്കും എന്ന് പറഞ്ഞാണ് വന്നത്. ഞാൻ അദ്ദേഹത്തെ പോയി ഇൻ്റർവ്യൂ ചെയ്തതാണ് KPCC പ്രസിഡൻ്റായ സമയത്ത്. ഞാനന്ന് ചോദിച്ചു, താങ്കൾ മാർത്താണ്ഡവർമ്മയുടെ നാട്ടിൽ നിന്നാണ് വരുന്നത്, കണ്ണൂര്. മാർത്താണ്ഡവർമ്മയുടെ നാട് അവിടെയാണ്. അപ്പോൾ ആ മാർത്താണ്ഡവർമ്മ 8 വീട്ടിൽ പിള്ളമാരെ എല്ലാം ഇല്ലായ്മപ്പെടുത്തിയ ആളാണ് എന്ന് പറഞ്ഞതുപോലെ താങ്കൾ ഇവിടെ ആ ഒരു തൻ്റെ ഇടത്തോടും കൂടി കാണിച്ച് ഈ കോൺഗ്രസിനെ നന്നാക്കുമല്ലോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ തന്നെയാണ്, കോൺഗ്രസിനെ നന്നാക്കാൻ തന്നെയാണ്, സെമി കേഡർ ആക്കുമെന്ന് പറഞ്ഞു. ഇപ്പം സെമി കേഡർ പോയിട്ട് ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ തമ്മിത്തല്ലി പൊരുതി തീരാൻ പോകുന്ന ഒരു പാർട്ടിയായി മാറുകയാണ്. അധികാരമോഹികൾ ഇല്ലായ്മ ചെയ്യാൻ പോകുന്ന ഒരു പാർട്ടിയായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ സുധാകരൻ നല്ല MP ആണ്, നല്ല പ്രാസംഗികനാണ്. 3 തവണ അധികാരം ലഭിച്ചില്ലെങ്കിൽ കോൺഗ്രസ്സുകാരെല്ലാം BJP-യിലേക്കോ അതോടൊപ്പം തന്നെ CPM-യിലേക്കോ ചേക്കേറുമോ? CPM-യിൽ അങ്ങനെ ചേക്കേറാൻ സാധ്യതയില്ല. ഇതിന് കൂടുതൽ സാധ്യത കാണുന്നത് BJP-യിലേക്കാണ്. കാരണം കോൺഗ്രസ് ഇല്ലാതാകുമ്പോൾ ഇവിടെ ആ സ്പേസിലേക്ക് കയറാൻ പോകുന്നത് BJP ആണ്. BJP അങ്ങോട്ട് പടർന്നു വന്നിലിച്ച് കഴിയുമ്പോൾ ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ CPM-ന് സംഭവിക്കും. അപ്പോൾ എന്തായിരിക്കും? BJP അവർ കണക്ക് കൂട്ടുന്നത് 36-ലാണ്. അതിനു മുമ്പ് ഇവർ ചിലപ്പോൾ ഇവിടെ കേരളത്തിൽ അധികാരത്തിലേക്ക് വരുന്ന സാധ്യതയാണ് കാണുന്നത്. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർ തമ്മിൽ കലഹിച്ചിങ്ങനെ മുമ്പോട്ട് പോവുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.